ഈ അടുത്ത ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി, ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നെ ടെലിഫോണിൽ വിളിച്ച് കുറേ സംസാരിച്ചു. അവളുടെ ഒരു സങ്കടം ഞാനുമായിട്ട് പങ്കുവയ്ക്കാനായിരുന്നു അവൾ വിളിച്ചത്. പങ്കുവയ്ക്കുകയും ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് അവൾക്ക് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവൾ വിളിച്ചത്. അവൾക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത പെൺകുട്ടി ഉണ്ടായിട്ടൊരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇളയ കുട്ടി ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വാതന്ത്ര്യവും സ്നേഹവും ലാളനയൊക്കെ കൊടുത്താണ് ഈ ഇളയ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. മൂത്ത കുട്ടി വിവാഹിതയാണ്. അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒത്ത് വിദേശത്ത് താമസിക്കുക. അപ്പോൾ ഈ ഇളയവള് ബിടെക് പാസ്സായിട്ട് അവൾക്കൊരു IT കമ്പനിയിൽ ജോലിയൊക്കെ ആയി. അത് കഴിഞ്ഞ് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് അവൾ സ്നേഹത്തിലായി. മാതാപിതാക്കൾ അവളുടെ ഇഷ്ടം നടത്തി കൊടുത്തു. കാരണം നല്ല പയ്യനാണ്, അവളുടെ ഒപ്പം ജോലി ചെയ്യുന്നതാണ്, ഫാമിലി സ്റ്റാറ്റസ് എല്ലാം ഇവർക്ക് ഇക്വലൻ്റ് ആണ്. പക്ഷെ ഒരു കാര്യത്തിലേ ഉള്ളായിരുന്നു വിഷമം, ഈ പയ്യൻ്റെ വീട് ഒരുപാട് ദൂരെയാണ്. ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഒത്തുവന്നു. അപ്പോൾ അവർ വിവാഹം വളരെ ആർഭാടമായിട്ട് നടത്തി. അവർ ഹിന്ദുക്കളാണ്. 101 പവനും ഒക്കെ കൊടുത്ത് വളരെ ആർഭാടമായിട്ട് ഞങ്ങളൊക്കെ ആ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ 2 മക്കളുടെയും വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. ഒരു കഴിഞ്ഞ 4-5 മാസമായിട്ട് അവളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവളെ കിട്ടുന്നില്ല. ഞാൻ കരുതി അവൾ വിദേശത്ത് മകളുടെ കൂടെ പോയതായിരിക്കും എന്ന് കരുതി ഞാൻ പിന്നെ വിളിക്കാൻ ശ്രമിച്ചില്ല. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അവൾ എന്നെ വിളിക്കുന്നതും സങ്കടങ്ങൾ പറയുന്നതും. സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഈ ഇളയ മകള് ഹസ്ബൻഡുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അധികകാലമായില്ല വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ അവർ തമ്മിൽ ആദ്യകാലത്ത് ഉള്ള പോലുള്ള സന്തോഷം ഇപ്പം ഇല്ല. എപ്പോഴും അവർ തമ്മിൽ ക്ലാഷാണ്. ഏകദേശം അത് ഒരു ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സങ്കടമാണ് അവൾ എന്നോട് ഷെയർ ചെയ്തത്. പല ദമ്പതികൾക്കും, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, പഴയ തലമുറയിലും ഉണ്ട് കേട്ടോ, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു അവരുടെ ഇടയിലും സംഭവിച്ചത്. അറിയാതെ തന്നെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, വിവാഹമോചനം വരെ എത്തിക്കുന്ന ഒരു രീതി. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുമിച്ച് മുന്നേറാനുള്ള ആ ഒരു മനോഭാവം, ആ ഒരു മനസ്സ്. പക്ഷെ ചിലപ്പോൾ ഈ ദമ്പതികൾ അറിയാതെ തന്നെ അവരുടെ ഇടയിൽ ഒരു മത്സരം തുടങ്ങും. ഇന്നിപ്പം ഭാര്യയും ഭർത്താവും 2 പേരും ജോലി ചെയ്യുന്നു, 2 പേരും സമ്പാദിക്കുന്നു, 2 പേർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മത്സരം, ആരാ കൂടുതൽ സമ്പാദിക്കുന്നത്, അതുപോലെ ആരുടെ അഭിപ്രായത്തിനാണ് ഇവിടെ കൂടുതൽ വിലയുള്ളത്, ആരെയാണ് മറ്റുള്ളവർ കൂടുതൽ അംഗീകരിക്കുന്നത്. ഇത്തരം ചിന്തകൾ ഈ ബന്ധത്തിൻ്റെ സമാധാനം തന്നെ ഇല്ലാതാക്കും. ഒരുതരം മത്സരത്തിലേക്ക് മാറുന്നു. പല കുടുംബങ്ങളിലും പല യങ്സ്റ്റേഴ്സ് ദമ്പതികളുടെ ഇടയിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മത്സരം. എന്നെ എൻ്റെ പങ്കാളി വിലമതിക്കുന്നില്ല, ആ ഒരു തോന്നൽ പങ്കാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടായാൽ അവിടെ മത്സരം തുടങ്ങും. അപ്പോൾ ഒന്നാമത്തത് ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ഈ മത്സരം തുടങ്ങുന്നത്. രണ്ടാമത്തത്, പങ്കാളി ഒരാൾ മറ്റേയാളുമായിട്ട് സ്വയം താരതമ്യം ചെയ്യും. ഞാൻ പോരായോ, എന്നെ ഉപേക്ഷിക്കുമോ, ആ ഒരു പേടി, ഈ ബന്ധം തുടരുമോ, എന്നെ വിലമതിക്കുന്നില്ലല്ലോ, ആ ഒരു താരതമ്യം ചെയ്യൽ വരുമ്പോൾ തന്നെ അവിടെ മത്സരം തുടങ്ങും. അതുപോലെ പങ്കാളിയുടെ വിജയം, പങ്കാളിക്കൊരു വിജയം ഉണ്ടാകുമ്പം അത് സ്വന്തം തോൽവിയായിട്ടങ്ങ് ചിന്തിക്കും. അപ്പോൾ അവിടെ അസൂയ അകൽച്ചയൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളായിട്ട് മാറും. കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ്. അതുപോലെ തന്നെ പങ്കാളിയിൽ നിന്ന് അംഗീകാരം കിട്ടാതെ വരുമ്പോഴുള്ള വിഷമം, അതും മത്സരത്തിലേക്ക് നയിക്കപ്പെടാം. ഇപ്പം പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും അഭിനന്ദനങ്ങളും ഒക്കെ കിട്ടുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും അംഗീകാരവും അഭിനന്ദനവും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് സ്വയം ഒരു മതിപ്പ്, പങ്കാളികൾക്ക് അവർക്ക് സ്വയം ഒരു മതിപ്പുണ്ടെങ്കിൽ
ഈ മത്സരത്തിലേക്ക് പോവില്ല. ആ മതിപ്പില്ലാതെ വരും. ഈ ഇങ്ങനെ കമ്പയർ ചെയ്തും അതുപോലെ തന്നെ ഒരാളുടെ വിജയം മറ്റേയാളുടെ തോൽവിയായിട്ടൊക്കെ കണക്കാക്കിയൊക്കെ ചെയ്യുമ്പോൾ അവിടെ മത്സരം വരും. മത്സരം വരുമ്പോൾ അത് അവരുടെ ബന്ധത്തെ ബാധിക്കും, ഡിവോഴ്സിലേക്ക് പോകാം. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല. ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ദമ്പതികൾ തമ്മിൽ ഇല്ലാതെ വരുമ്പോൾ മനസ്സിലുള്ള വിഷമങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാതെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി കൊണ്ടു കിടക്കും. ഇങ്ങനെ മനസ്സിലുള്ളത് തുറന്നു പറയാതെ ഉള്ളിൽ ഒതുക്കുമ്പോൾ അവിടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു, മത്സരം ഉണ്ടാകുന്നു, ബന്ധം മോശമാകുന്നു. ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമല്ല, ഒരു 100 മീറ്റർ റേസ് അല്ല, അതൊരു റിലേ റേസാണ്. 100 മീറ്റർ ഓട്ടം ഒരാൾ വിചാരിച്ചാൽ വേണമെങ്കിൽ മുന്നിലെത്താം, ഒന്നാമതെത്താം. പക്ഷേ റിലേ റേസ് എന്ന് പറയുമ്പോൾ അതൊരു ടീം വർക്കാണ്, ടീമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ്. ഒരാൾക്ക് തളർച്ച വരുമ്പോൾ മറ്റേയാൾ ആ ബാറ്റൺ വാങ്ങി ഏറ്റെടുത്ത് ഓടണം, എങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ വിവാഹം ഒരിക്കലും ഒരു 100 മീറ്റർ റേസ് അല്ല, അതൊരു റിലേ റേസ് ആണ് എന്നുള്ള ബേസിക് കാര്യം ദമ്പതികൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ മത്സരം ഉണ്ടാവില്ല. പങ്കാളിയോട് മത്സരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഒന്നാമത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടും. നീ ഇത്ര ചെയ്തു, ഞാൻ ഇത്ര ചെയ്തു, എല്ലാം കണക്കും പ്രകാരം. അപ്പോൾ ആ നല്ല റിലേഷൻഷിപ്പ്, ആ സ്നേഹവും കരുതലും, അതിനാണ് മാറ്റം വരുന്നത്. രണ്ടാമത്തതാണ് ഈഗോ ക്ലാഷ്. രണ്ടുപേർക്കും ഞാനാണ് ശരി, ഞാനാണ് മിടുക്കൻ, അല്ലെങ്കിൽ ഞാനാണ് മിടുക്കി എന്ന് തെളിയിക്കാനുള്ള തത്രപ്പാട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കായിട്ട് മാറും. ഇനി കുട്ടികളുണ്ടെങ്കിൽ അത് അവരെ മോശമായിട്ട് ബാധിക്കും. അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്ത് എപ്പോഴും ഇങ്ങനെ മത്സരിച്ച് ജീവിക്കുന്നത് കാണുന്ന കുട്ടികളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക. അവരെങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വളരും, അവരെങ്ങനെ ഹാപ്പി ആയിട്ട് വളരും. അപ്പോൾ ഈ മത്സരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളാണ് അവിടെ ബലിയാടുകളാവുന്നത്. അതുപോലെ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ചു, നാളെ നീ ചെയ്യണം, ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി, നാളെ നീ ചെയ്യണം. ഈ കണക്ക് വയ്ക്കലാണ്. ഒരു സ്കോർ ബോർഡ് എപ്പോഴും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ആ മത്സരം അവിടെയാണ് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കാശും വീട്ടിലെ ജോലിയൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യാം. പക്ഷെ ഞാൻ തോൽക്കില്ല, ഞാൻ ചെറുതാവില്ല, അവിടെ ഈഗോ വന്നാൽ അവിടെ നമ്മുടെ ലോജിക്ക് ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈഗോ ക്ലാഷ്. ഒന്നാമത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി വരുമ്പോൾ, എന്നെ പങ്കാളി വില കുറച്ച് കാണുന്നു, അപ്പം ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ എന്നൊരു ഭയം, എനിക്കിവിടെ വിലയില്ല എന്നൊരു തോന്നൽ വരുമ്പം അത് മറയ്ക്കാൻ വേണ്ടി ഈഗോ കാണിക്കും. പിന്നെ അവിടെ മത്സരം തുടങ്ങും, പ്രശ്നങ്ങളാവും. അടുത്തതാണ് കുട്ടിക്കാലത്തെ മാനസിക മുറിവുകൾ. ഈഗോ ക്ലാഷിനുള്ള മറ്റൊരു കാരണമാണ്. ചില വീടുകളിൽ കുട്ടികൾ ചെറുപ്പത്തിലെ താരതമ്യം ചെയ്യപ്പെട്ട് വളരും. അത് സിബ്ലിങ്സിനോടാകാം, അയൽപക്കത്തെ കുട്ടികളോടാകാം. അപ്പം ഇങ്ങനെ താരതമ്യം ചെയ്ത് വളർത്തപ്പെടുന്ന കുട്ടികൾ, അവർ ഞാൻ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണെന്ന് എപ്പോഴും തെളിയിക്കണമെന്നൊരു തോന്നൽ. ആ തോന്നൽ അവരുടെ ദാമ്പത്യത്തിലും ആ തെളിയിക്കാനുള്ള ഒരു തത്രപ്പാടാണ്. അതും മത്സരത്തിലേക്ക് നയിക്കും. അടുത്തതാണ് റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ല, ഞാനും ഏൺ ചെയ്യുന്നുണ്ട്, എനിക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ അഭിപ്രായത്തിന് വിലയില്ല എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പം പിന്നെ വാശിയാണ്. വാശി കാണിച്ച് ആ റെസ്പെക്റ്റ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അവിടെയും മത്സരം ഉണ്ടാകും, ബന്ധങ്ങൾ പ്രശ്നമാകും. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് റീസണാണ് ഫാമിലി പാറ്റേൺ. രണ്ട് ആളുകൾ അവരൊന്നിച്ച് ജീവിക്കുകയാണ്. അവർ വ്യത്യസ്ത ഫാമിലിയിൽ നിന്ന്, വ്യത്യസ്ത ജീവിത രീതികളിൽ നിന്ന് വന്ന രണ്ടുപേരാണ്. അപ്പോൾ അതിലെ പങ്കാളികൾ അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് കുടുംബജീവിതം നയിച്ചിരുന്നത് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നത് അത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ആ കണ്ടുപിടിക്കുന്നത് പിന്നീട് അവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാണ്. പെൺകുട്ടിയാണെങ്കിൽ നോക്കുക, എൻ്റെ അമ്മ അച്ഛനോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്. ആൺകുട്ടിയാണെങ്കിൽ നോക്കുക, എൻ്റെ അച്ഛൻ എങ്ങനെയാണ് എൻ്റെ അമ്മയോട് പെരുമാറിയിരുന്നത്.
അപ്പോൾ ഫാമിലി പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെ നമ്മളുടെ മക്കൾക്ക് മോഡലിംഗ് കാണിച്ചു കൊടുക്കുക. അവിടെ മത്സരം, അവർ തമ്മിൽ മത്സരവും പ്രശ്നങ്ങളും ആണെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടി തീർച്ചയായിട്ടും അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ദാമ്പത്യത്തിലും ഇതൊക്കെ കാണിച്ചേക്കാം. ഒരു കാര്യം സത്യമാണ്, ദാമ്പത്യത്തിൽ മത്സരം വന്നാൽ അത് നാശത്തിന് തന്നെയാണ്. ഞാനോ നീയോ എന്നതിന് പകരം നമ്മളെന്ന് ചിന്തിക്കാൻ കഴിയണം. നമ്മുടെ വരുമാനം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ലക്ഷ്യം, ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അവിടെ പ്രശ്നം തീരും. ഈ എൻ്റേത് നിൻ്റേതെന്ന് വരുമ്പോഴാണ്, ഞാനത് ചെയ്തു നീ ഇത് ചെയ്തു, അത് വരുമ്പോഴാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്കോർ ബോർഡ്, ഞാൻ ഇന്നലെ അത് ചെയ്തു, നീ ഇന്ന് ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആ സ്കോർ ബോർഡ് ആദ്യമേ കീറിക്കളയുക. ആ സ്കോർ ബോർഡ് വേണ്ട, ആ കണക്ക് വേണ്ട. ആ കണക്ക് വന്നാൽ ദാമ്പത്യം ഒരു യുദ്ധക്കളമായിട്ട് മാറാൻ അധികം താമസമൊന്നും വേണ്ട. ആദ്യമായിട്ട് വേണ്ടത്, മത്സരം ഒഴിവാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് പങ്കാളിയെ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. പങ്കാളിയുടെ നല്ല വശങ്ങൾ, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടെത്തി മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ തയ്യാറാവണം. അങ്ങനെ പരസ്പരം അഭിനന്ദിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും മത്സരം ഉണ്ടാവില്ല. അത് കിട്ടാതെ വരുമ്പോഴാണ് ഈ മത്സരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പങ്കാളിയിൽ രണ്ടുപേരും തുല്യ ശക്തിയുള്ളവരൊന്നുമല്ല. രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വരുമാനം ഉണ്ടാക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് വീക്ക്നെസ് ഉള്ളിടത്ത് മറ്റേയാളുടെ സ്ട്രെങ്ത് പ്രവർത്തിക്കണം. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതം ഭംഗിയായിട്ട് പോകാം. പല ദമ്പതികളെ സംബന്ധിച്ചും കഴിവുകേടും കഴിവുകളും ഉണ്ട്. അത് രണ്ടിടത്തും കോമ്പൻസേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ തന്നെ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നേരത്തെ പറഞ്ഞു, പങ്കാളിക്ക് വിജയം വരുമ്പോൾ അതെൻ്റെ പരാജയമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പങ്കാളിയുടെ വിജയം നിങ്ങളുടെ കൂടെ വിജയമാണ്, ആ കുടുംബത്തിൻ്റെ വിജയമാണ്. അത് മനസ്സിലാക്കുക. ആ വിജയം നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ആഘോഷിക്കണം. അപ്പോൾ അവിടെ ഈഗോ ക്ലാഷും മത്സരവും ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം വേണം ജീവിതത്തിൽ, കുടുംബത്തിൽ. ഇപ്പം ഈ വർഷം നമുക്ക് 5 ലക്ഷം രൂപ സേവ് ചെയ്യണം, അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്കൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീട് സ്വന്തമാക്കണം, കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്ര രൂപ നമ്മൾ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങളും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മത്സരമൊക്കെ ഒഴിവാകും. എപ്പോഴും സ്വന്തം കാര്യം എന്ന് മാത്രം ചിന്തിക്കുമ്പോഴാണ് അവിടെ ഈഗോസ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കരിയർ അതൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മത്സരം ഒഴിവാക്കും, ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടീവായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ദമ്പതികൾ വിജയിക്കണമെങ്കിൽ, ദാമ്പത്യം വിജയിക്കണമെങ്കിൽ, കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഹാപ്പിയായി കോൺഫിഡൻ്റ് ആയിട്ട് വളരണമെങ്കിൽ ദമ്പതികൾ തമ്മിൽ മത്സരം വേണ്ടേ വേണ്ട, ഒരിക്കലും പാടില്ല. മറ്റു തുറകളിലല്ല ഇന്നിപ്പം മത്സരങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മറ്റുള്ളിടത്തെല്ലാം മത്സരമുണ്ട്, നമ്മൾ അതിനനുസരിച്ച് പിടിച്ചു നിൽക്കണം, ഒക്കെ ചെയ്യണം, അതിൽ വിജയിക്കാൻ വേണം. പക്ഷെ ദാമ്പത്യത്തിലെ മത്സരം വന്നാൽ അവിടെ പ്രശ്നമാണ്. അത് കുടുംബജീവിതത്തെ ബാധിക്കും, നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും, ദമ്പതികൾക്ക് രണ്ടുപേർക്കും ജയിക്കണമെങ്കിൽ, അപ്പം ജയിക്കുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ് ലക്ഷ്യം. രണ്ടുപേർക്കും ജയിക്കണമെങ്കിൽ, നിങ്ങളുടെ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഹാപ്പിയായി കോൺഫിഡൻ്റ് ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിൽ മത്സരം വേണ്ടേ വേണ്ട. ഒരിക്കലും മത്സരിക്കരുത്. ഒരു കോമൺ ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. മത്സരം വന്നാൽ അവിടെ പ്രശ്നമാണ്. ബന്ധങ്ങൾ പോവും, കുഞ്ഞുങ്ങളുടെ ഭാവി പോവും, എല്ലാം പ്രശ്നങ്ങളുണ്ടാവും. ഇനി നിങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഫാമിലി കൗൺസിലറിനെ കാണും. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയെ ഇൻവോൾവ് ചെയ്യിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻവോൾവ് ചെയ്യിക്കും. അതൊരു പരിഹാരമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നില്ല. എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരിക്കലും ഫാമിലിയെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കരുത്. കാരണം അവരൊക്കെ ബയസ്ഡ് ആവും. പെൺകുട്ടിയുടെ പേരൻസ് തീർച്ചയായിട്ടും എന്തു വന്നാലും പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും. ആൺകുട്ടിയുടെ പേരൻസ് അതുപോലെ ആൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്കും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ. അപ്പോൾ ബയസ്ഡ് ആവാത്തത് ഒരു ഫാമിലി കൗൺസിലറാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഫാമിലി കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യുക, വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിന്നും മത്സരം എന്നേക്കുമായി മാറ്റിക്കളയുക.
എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.